ആരും രക്ഷപ്പെടൂല. ആ വേദന പടവൻ എല്ലാവർക്കും കൊടുക്കുന്നതാ. അതുകൊണ്ടാ ഒരിക്കൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ കൊണ്ടുപോയി കബറിലേക്ക് ഇറക്കി വെച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ണീരോടെ പറയുന്ന ഒരു വാക്കുണ്ട്, ആർക്കെങ്കിലും കബറിന്റെ ഇടുങ്ങലിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകുമായിരുന്നെങ്കിൽ എന്റെ സഅദിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയായിരുന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മദീനയിലെ പേര് കേട്ട ഒരു ഗുണ്ടയായിരുന്നു. ആരെന്ത് പറഞ്ഞാലും സഅദ് ചെയ്യും. അന്ന് ഇസ്ലാമിക ലോകത്തേക്ക് അദ്ദേഹം കടന്നു വന്നിട്ടില്ല. ആ കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും ദഅവത്തിന് വേണ്ടിയിട്ട് മദീനയിലേക്ക് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുന്നത്. പറഞ്ഞാൽ തീരാത്ത ചരിത്രങ്ങളാ ഇസ്ലാമിക ലോകത്ത്. മക്കളോടാ ഞാൻ പറയുന്നത്. മാതാപിതാക്കളുടെ മുൻപിൽ ജീവിതം കൊണ്ട് പടച്ചറപ്പിന്റെ സ്വർഗം വെട്ടിത്തെളിക്കാൻ ആ സഹാബത്തിന്റെ മക്കൾ കാണിച്ച, പ്രവാചകന്റെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ കാണിച്ച മഹോത്തരമായ ചരിത്രങ്ങൾ. മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ചരിത്രം പറയുന്നുണ്ട്. ദിവസം 3 നേരം പട്ടിന്റെ വസ്ത്രം മാറും. ശരീരത്തിൽ പുരട്ടിയിരുന്ന സുഗന്ധങ്ങൾ മക്കയിലെ തെരുവിലൂടെ മിസ്അബ് യാത്ര ചെയ്താലും മണിക്കൂറുകളോളം തങ്ങി നിൽക്കും. മിസ്അബ് എന്ന ചെറുപ്പക്കാരന്റെ നോട്ടം കിട്ടാൻ വേണ്ടി മക്കയിലെ കുലീനകളായ തറവാട്ടിൽ പറന്ന സ്ത്രീകൾ പോലും ഭർത്താക്കന്മാരെ അവഗണിച്ചുകൊണ്ട് തെരുവോരങ്ങളിൽ വന്ന് കാത്തിരുന്നിരുന്നു മിസ്അബിനെ ഒന്ന് കാണാൻ. കാരണം ആരോഗ്യ ദൃഢഗാത്രനും വെളുത്തു തുടുത്തു സുന്ദരനുമായ മിസ്അബിനെ പലപ്പോഴും സഹാബത്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അപരൻ, അത്രക്ക് സൗന്ദര്യായിരുന്നു മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്. ആ മിസ്അബ് റളിയല്ലാഹു അൻഹു വീട്ടിന്റെ പുറത്തിറങ്ങാതെ അകത്ത് അടച്ചിരിക്കുമ്പോ ഒരിക്കലും ഉമ്മ ചോദിച്ചു, മോനെ എന്തേ എനക്ക് പറ്റിയത്? സമ്പത്തിന്റെ കുറവെനക്കില്ല, യാതൊരുവിധ പ്രശ്നങ്ങളും നിനക്കില്ല, പിന്നെന്തിനാ മോനെ നീ വീട്ടിന്റെ അകത്ത് എങ്ങനെ ഇരിക്കണ്? മിസ്അബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ഉമ്മ നിങ്ങളൊക്കെ വെറുക്കുന്ന മുഹമ്മദിന്റെ മാർഗം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് ഉമ്മ. അന്ന് വരെ മകനോട് ദേഷ്യപ്പെടാത്ത മാതാവ് മകന്റെ മുഖത്ത് നോക്കി ഗർജിച്ചു. തിരിച്ചു പറഞ്ഞു, മോനെ ഈ ഉമ്മയുടെയോ ഉപ്പയുടെയോ സ്വത്ത് കണ്ടിട്ടാണ് നീ ഇത് ചെയ്യുന്നതെങ്കിൽ മുഹമ്മദിന്റെ മാർഗം ഒഴിവാക്കാത്ത വരാത്ത കാലത്തോളം ഒരു ചില്ലിക്കാശ് ഉമ്മാന്റെതോ ഉപ്പാന്റെതോ എനിക്ക് തരൂല. അത് കേട്ട സെക്കൻഡിൽ മിസ്അബ് റളിയല്ലാഹു അൻഹു താൻ ഉടുത്തിരിക്കുന്ന ഉടുമുണ്ടൊന്ന് പെരടിയിലേക്ക് വലിച്ചു കെട്ടിയിട്ട് പറഞ്ഞു, മാ ഞാൻ ഈ ഉടുമുണ്ട് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. ഈ ഉടുമുണ്ടല്ലാത്തൊരു ഇരുമ്പിന്റെ കഷണം പോലും എന്റെ കയ്യിലില്ലുമ്മ. എനിക്ക് ഉമ്മാന്റെ സ്വത്തുക്കൾ വേണ്ട, എനിക്ക് എന്റെ വാപ്പാന്റെ സ്വത്തുക്കൾ വേണ്ട. ഞാൻ എന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മാർഗം സ്വീകരിച്ച് ആ മാർഗത്തിലേക്ക് പുറപ്പെടുകയാണ് ഉമ്മ. അന്ന് മിസ്അബ് റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ അടുത്ത് ഇറങ്ങിപ്പോരുമ്പോഴത് ഒരൊറ്റ തുണി മാത്രമാണ്. അവസാനം മാസങ്ങൾക്ക് ശേഷമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ദഅവത്തിന് വേണ്ടിയിട്ട് മദീനയിലേക്ക് പറഞ്ഞയക്കുന്നത്. ആ മദീനയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് സഹാബത്ത് പറയുന്നുണ്ട്, മദീനയിലേക്ക് നടന്നു പോകുന്ന മിസ്അബിനെ പിന്നൊന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് തോന്നും അത് റസൂലാണോ എന്ന്. കാരണം അള്ളാന്റെ റസൂലിന്റെ മാതിരി വെളുപ്പാണ്, ചുവന്ന തുടുത്ത വെളുപ്പുണ്ട് മിസ്അബിന്. അദ്ദേഹത്തിന്റെ പെരടിയുടെ പകുതി ഭാഗത്തേക്ക് മുടിയിറങ്ങിയിട്ടുണ്ട്. കൈയുടെയും കാലിന്റെയും മാംസപേശികൾ ഏതൊരാണിനെയും ആകർഷിക്കുമാറ് മദീന എന്ന മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് അദ്ദേഹം പോകുന്നത് കണ്ടപ്പോ ഞങ്ങൾ പിന്നിൽ നിന്നും അസൂയയോടെ പറഞ്ഞിട്ടുണ്ട്, മിസ്അബാര് റസൂലാര് എന്ന് തെറ്റിദ്ധരിക്കുന്ന ശരീരമാണ് അവർക്ക് രണ്ടുപേർക്കും. മാസങ്ങൾക്ക് ശേഷം മദീനയിലേക്ക് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലുള്ള പറയുന്നുണ്ട് മിസ്അബിനോട്, മോനെ മിസ്അബേ നീ പോകുന്നത് പടച്ചോന്റെ ദീൻ അറിയിക്കാനാ. അങ്ങനെ മദീനയിലെത്തിയ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി മക്കക്കാരെ തെരഞ്ഞെടുത്ത വ്യക്തിയാ സഅദ്. സഅദിനെ ചെന്ന് കണ്ടിട്ട് ആളുകൾ പറഞ്ഞു, സഅദേ ഒരു പ്രവാചകന്റെ അനുയായി വന്നിട്ടുണ്ട് മക്കയിൽ നിന്ന്, അവനെ നിങ്ങൾ മദീനയിൽ വെച്ച് കൊന്നുകളയണം. ഒരൊറ്റ അടിക്ക് താങ്കൾ കൊന്നാൽ താങ്കൾ ചോദിക്കുന്നത് ഞങ്ങൾ തരും. മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി സഅദ് ബിൻ മുആദ് എന്ന ചെറുപ്പക്കാരൻ ഒരു കടാരി എടുക്കുകയും ഒറ്റയടിക്ക് കൊല്ലാൻ വേണ്ടി ആ കടാരിയുടെ മൂർച്ചയേറിയ ഭാഗത്ത് വിഷം പുരട്ടുകയും ചെയ്തു. വിഷം പുരട്ടിയ കടാരിയുമായി മക്കയിൽ നിന്നും വന്ന മിസ്അബ് റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഈത്തപ്പനയുടെ മറവിൽ ചെന്ന് കാത്തിരുന്നു. പക്ഷേ തന്റെ കയ്യിലുള്ള കടാര പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത രൂപത്തിൽ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ നിന്നും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ വരുമ്പോ ആ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ മനോഹരമായ ചിന്തകളിൽ പലപ്പോഴും സഅദ് ബിൻ മുആദിന്റെ കൈ പോലും മറന്നുപോയി. അന്ന് വൈകുന്നേരം സഅദ് ബിൻ മുആദ് ശത്രുക്കളോട് ചെന്ന് പറഞ്ഞു, എനിക്ക് അബേഹക്ക് കൊല്ലാൻ പറ്റിയിട്ടില്ല, എനിക്ക് മിസ്അബിനെ കൊല്ലാൻ പറ്റിയിട്ടില്ല, ഞാൻ നാളെ കൊല്ലും. പിറ്റേ ദിവസവും വിഷം പുരട്ടിയ കടാരയുമായി വന്നു. അന്നും വൈകുന്നേരം വരെ ഇരുന്നു. മിസ്അബിന്റെ ഖുർആനിക വചനം കേട്ട് അദ്ദേഹത്തിന്റെ മനസ്സ് വല്ലാണ്ട് ബേജാറാവാൻ തുടങ്ങി. 3-ാമത്തെ ദിവസം തന്റെ കയ്യിലുള്ള കടാര മദീനയിലെ മണലിലേക്ക് വലിച്ചെറിഞ്ഞ് ഓടി വന്ന് മിസ്അബിനെ കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, മിസ്അബേ ഇത്ര മനോഹരമാണ് അള്ളാഹുവിന്റെ ഖുർആനെങ്കിൽ, ഇത്ര സമാധാനമാണ് റബ്ബിന്റെ മതമെങ്കിൽ എനിക്ക് ആ മതം വേണം, എനിക്ക് നിങ്ങളുടെ പ്രവാചകനെ ഒന്ന് കാണണം. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സഅദ് ബിൻ മുആദിന്റെ അന്നത്തെ പ്രായം 30 വയസ്സാണ്. 30-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം 34-ാമത്തെ വയസ്സിൽ ബദർ യുദ്ധം ആരംഭിക്കുന്നത്. അന്ന് ബദർ യുദ്ധത്തിന് അല്ലാഹുവിന്റെ ഹബീബ് പുറപ്പെടുമ്പോ മദീനക്കാരുടെ നേതാവായി രണ്ടാമതൊന്നും ആലോചിക്കാതെ റസൂലുള്ള തെരഞ്ഞെടുത്തത് ഇതേ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ, ഇതേ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മുൻപിൽ പിന്നിൽ ഭാഗത്ത് അൻസാരികളെ നിർത്തി ഇസ്ലാമിന്റെ പതാക സഅദിന്റെ കയ്യിലേക്ക് കൊടുത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞൊരു വാക്കുണ്ട്, സഅദേ ഇത് പ്രവാചകന്റെ പതാകയല്ല, ഇത് അല്ലാഹുവിന്റെ ദീനിന്റെ പതാകയാ. അതുകൊണ്ട് സഅദേ ഈ പതാകയും പിടിച്ച് താങ്കൾ എന്നോടൊപ്പം ബദറിലേക്ക് പുറപ്പെടണം. തന്റെ സഹാബത്തിനെയും കുട്ടി ബദറിലേക്ക് പുറപ്പെട്ട റസൂലുള്ള കാണുന്നത് 900-ൽ പരം വരുന്ന ശത്രു സൈന്യത്തെ മറുഭാഗത്ത്, എതിർഭാഗത്തുള്ള 314 പട്ടിണി സഹാബത്തിനെയും കൂട്ടി ശത്രുഭാഗത്തെ കണ്ട റസൂലുള്ള കണ്ണു നിറഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇതേ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു
അള്ളാന്റെ റസൂലിന്റെ അരികിൽ വന്ന് ചോദിച്ചു, എന്തിനാ നബിയെ നിങ്ങൾക്കൊരു ബേജാറ്? റസൂലുള്ള തിരിച്ചു ചോദിച്ചു, സഅദേ, മദീനക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് മുഹമ്മദ് കൊലക്ക് കൊടുത്തു, കൊല്ലാൻ കൊണ്ടുവന്നതാ മുഹമ്മദ് മദീനക്കാരെ എന്ന് ഒരിക്കലും പറയരുതേ സഅദേ. യുദ്ധം വേണമെങ്കിൽ യുദ്ധം ചെയ്യാം, ജീവിക്കാൻ ഭയമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മരണത്തെ പേടിയുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു മദീനയിലേക്ക് തന്നെ പോകാം. അന്ന് ആളുകളും റസൂലുള്ളാന്റെയും സഅദിന്റെയും മുഖത്തേക്ക് നോക്കുമ്പോൾ അൻസാരികളുടെ കൂട്ടത്തിൽ നിന്ന് റസൂലുള്ളാന്റെ മുൻപിലേക്ക് വന്ന് അള്ളാന്റെ പ്രവാചകന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹുവിന്റെ നബിയെ, ലോകത്തിന്റെ പ്രവാചക, സഅദിന്റെ ശരീരത്തിന്റെ കഴുത്തിന്റെ മുകളിൽ നിന്ന് ഈ തല അവിടെ കാണാതിരിക്കുകയും സഅദിന്റെ മയ്യത്തിൽ നിന്ന്, ബദറിന്റെ രണാങ്കണത്തിൽ കിടക്കുന്ന മയ്യത്തിൽ നിന്ന് കഴുകന്മാര് മാംസം കൊത്തിവലിക്കുന്നത് കണ്ടാൽ ആ കാഴ്ച കാണുന്ന നിമിഷം വരെ നിങ്ങളെ ബദറിൽ ഞാൻ സംരക്ഷിക്കും പ്രവാചക. എന്റെ നെഞ്ച് നിങ്ങൾക്ക് നെഞ്ചായി നിൽക്കും, എന്റെ കണ്ണുകൾ താങ്കൾക്ക് കണ്ണായി നിൽക്കും, എന്റെ മാറിടങ്ങൾ താങ്കൾക്ക് രക്ഷയായിട്ട് നിൽക്കും. എന്റെ അവസാനത്തെ പ്രാണന്റെ ജീവന്റെ തുടിപ്പം നശിച്ചാലല്ലാതെ നിങ്ങളെ ഞാൻ അവർക്ക് കൊടുക്കില്ല റസൂലേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെ ബദറിൽ വെച്ച് സന്തോഷിപ്പിച്ചപ്പോ ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ചുണ്ടി റസൂലുള്ളാഹി തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ റബ്ബിന്റെ പരിപാവനമായ ജന്നാത്തുൽ ഫിർദൗസിൽ എന്റെ അയൽക്കാരനാണ് എന്റെ സഅദ്. അത്രക്ക് സ്ഥാനം. ആ സഅദ് ബിൻ മുആദ് മരിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ ആ മയ്യത്ത് മറമാടാൻ പോകുമ്പോൾ ആ ഖബർ നോക്കി കണ്ണീരോടെ പറയുന്നുണ്ട്, ആർക്കെങ്കിലും ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നെങ്കിൽ, ആ ഇടുങ്ങലിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നെങ്കിൽ എന്റെ സഅദിന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. അഥവാ ആ ഖബറിലേക്ക് ചേർത്ത് വെച്ച വേദനയുമായി പിന്നീട് അങ്ങോട്ട് അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ രക്ഷപ്പെടാൻ നമ്മൾക്ക് സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ട